ജന്നാതി അദ്നിൻ അല്ലതി വഅദ അർ-റഹ്മാനു ഇബാദഹു ബിൽ ഗൈബ് ഇന്നഹു കാന വഅദുഹു മഅതിയാ. അവർക്കായി കരുണാവാരിധിയായ അല്ലാഹു തന്റെ ഇഷ്ടദാസന്മാർക്ക് അദൃശ്യമായി വാഗ്ദാനം ചെയ്ത നിത്യവാസത്തിനുള്ള ആരാമങ്ങളുണ്ട്. നിശ്ചയമായും ഈ വാഗ്ദാനം പാലിക്കപ്പെടുക തന്നെ ചെയ്യും. അവരുടെ ദൃഷ്ടികൾക്ക് കാണാൻ പറ്റാത്ത നിലയിൽ കരുണാമയൻ അവർക്ക് വാഗ്ദത്തം ചെയ്ത സ്വർഗം എന്നർത്ഥം. لا يسمعون فيها لغوا إلا سلاما ولهم رزقهم فيها بكرة وعشيا. അവിടെ അവർ ഒരസംബന്ധവും കേൾക്കുകയില്ല. വല്ലതും കേൾക്കുകയാണെങ്കിൽ അത് നല്ലത് മാത്രമായിരിക്കും. അവരുടെ വിഭവങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കും. കുറ്റങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും സുരക്ഷിതമായ എന്ന അർത്ഥത്തിലുള്ള സലാം എന്ന പദമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സ്വർഗത്തിൽ നിന്ന് മനുഷ്യന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളിൽ സുപ്രധാനമായ ഒന്ന് അവിടെ മൂഢമോ അനാവശ്യമോ വൃത്തികെട്ടതോ ആയ ഒന്നും കേൾക്കേണ്ടി വരികയേ ഇല്ല എന്നതാണ്. അവിടുത്തെ ഓരോ വ്യക്തിയും സുരക്ഷിത പ്രകൃതിയുള്ളവനായിരിക്കും. അവിടുത്തെ സംസർഗമത്രയും ശാന്തവും സുന്ദരവും പരിശുദ്ധവുമായിരിക്കും. അവിടുത്തെ നിവാസികൾക്ക് ഏഷണി, പരദൂഷണം, ശകാരം, ആഭാസ ഭാഷണം തുടങ്ങിയ എല്ലാ ചീത്ത ശബ്ദങ്ങളിൽ നിന്നും തികഞ്ഞ മുക്തി ലഭിക്കുന്നു. അവിടെ മനുഷ്യൻ കേൾക്കുന്നതെന്തും നന്മയും യുക്തിസഹവും സുന്ദരമായതു മാത്രമായിരിക്കും. ഇഹലോകത്ത് യഥാർത്ഥത്തിൽ വിശുദ്ധവും ആരോഗ്യകരവുമായ അഭിരുചികൾ പുലർത്തുന്നവർക്കേ ഈ അനുഗ്രഹത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ കഴിയൂ. കാരണം ഏതു നേരത്തും പരദൂഷണം, ഷണ്ഠ, ആഭാസം, തിന്മകൾ, കളവുകൾ, ലൈംഗികത എന്നിവയുടെ ശബ്ദങ്ങളിൽ നിന്നും സുരക്ഷിതമാകാത്ത ഒരു വൃത്തികെട്ട സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ യാതനയാണെന്ന് മനസ്സിലാക്കാൻ അവർക്കേ കഴിയൂ. തിൽകൽ ജന്നതു അല്ലതി നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ്യാ. ഇതത്രേ നമ്മുടെ അടിമകളിൽ നിന്നുള്ള ഭക്തരെ നാം അവകാശികളാക്കുന്ന സ്വർഗം. وما نتنزل إلا بأمر ربك له ما بين أيدينا وما خلفنا وما بين ذلك وما كان ربك نسيا. പ്രവാചകരെ, നിന്റെ റബ്ബിന്റെ ആജ്ഞയില്ലാതെ ഞങ്ങൾ ഇറങ്ങുന്നില്ല. ഞങ്ങൾക്ക് മുന്നിലുള്ളതിന്റെയും പിന്നിലുള്ളതിന്റെയും അവയ്ക്കിടയിലുള്ളതിന്റെയും എല്ലാം ഉടമസ്ഥൻ അവൻ മാത്രമാകുന്നു. നിന്റെ റബ്ബ് മറവിയുള്ളവനുമല്ല. ഈ ഖണ്ഡിക മുഴുവൻ ഒരു വചനശൃംഖല അവസാനിച്ച് മറ്റൊരു ശൃംഖല തുടങ്ങുന്നതിനു മുമ്പ് അരുളുന്ന ഇടവാചകമാകുന്നു. ഈ സൂറ വലിയൊരിടവേളയ്ക്ക് ശേഷം നബി തിരുമേനിയും ശിഷ്യന്മാരും അത്യന്തം വിഷമകരമായ പരിതസ്ഥിതികളെ തരണം ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് അവതരിച്ചതെന്ന് വചനശൈലിയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അന്ന് പ്രവാചകനും അനുയായികളും തങ്ങൾക്ക് മാർഗദർശനവും അതോടൊപ്പം സാന്ത്വനവും ലഭിക്കുന്നതിനു വേണ്ടി സദാ ദിവ്യബോധനം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ദിവ്യബോധനം താമസിക്കുന്തോറും വിഷമങ്ങൾ കൂടിക്കൊണ്ടിരുന്നു. ഈ സന്ദർഭത്തിൽ ജിബ്രീൽ മറ്റനേകം മലക്കുകൾ സമേതം ആഗതനായി. ആദ്യമായി അദ്ദേഹം ആ സന്ദർഭത്തിൽ ഏറ്റവും പ്രസക്തമായ ദൈവിക വചനങ്ങൾ കേൾപ്പിച്ചു. അനന്തരം തുടരുന്നതിനു മുമ്പ് അള്ളാഹുവിന്റെ സൂചനപ്രകാരം തന്റെ ഭാഗത്തുനിന്ന് ചില വചനങ്ങൾ പറയുകയാണ്. ഇത്രയും കാലം താൻ ഹാജരാകാതിരുന്നതിന്റെ ന്യായവും അള്ളാഹുവിങ്കിൽ നിന്നുള്ള സാന്ത്വനവും അതോടൊപ്പം ക്ഷമയും സഹനവും അവലംബിക്കാനുള്ള ഉപദേശവും അതുൾക്കൊള്ളുന്നു. ഇപ്പറഞ്ഞത് വചനത്തിന്റെ ആന്തരിക സാക്ഷ്യം മാത്രമല്ല. ഇബ്നു ജരീർ, ഇബ്നു കസീർ, റൂഹുൽ മആനിയുടെ കർത്താവ് തുടങ്ങിയവർ ഈ സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള നിരവധി നിവേദനങ്ങളാൽ സത്യപ്പെടുത്തപ്പെട്ട കാര്യം കൂടിയാണ്. റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയാ. അവൻ ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ള അഖിലത്തിന്റെയും റബ്ബാകുന്നു. അതിനാൽ അവന് അടിമപ്പെടുക, അവനുള്ള ഇബാദത്തിൽ ഉറച്ചു നിൽക്കുക. നിന്റെ അറിവിൽ അവന് സമാനമായി മറ്റു വല്ല അസ്തിത്വവുമുണ്ടോ? അടിമത്വത്തിൽ ഉറച്ചു നിൽക്കുക എന്നാൽ
അവനുള്ള ഇബാദത്തിന്റെ മാർഗത്തിൽ സ്ഥൈര്യത്തോടെ നടക്കുക എന്നർത്ഥം. അതിൽ എന്ത് ആപത്തുകളുണ്ടായാലും ക്ഷമയോടെ നേരിടണം. അവങ്കിൽ നിന്നുള്ള ഉദ്ബോധനമോ സഹായമോ സാന്ത്വനമോ കുറച്ചു താമസിച്ചു പോയാൽ അതിൽ പരിഭ്രാന്തനാകരുത്. ഒരു വണക്കമുള്ള ദാസനെ പോലെ ഏതവസ്ഥയിലും അവന്റെ ഇച്ഛയിൽ തൃപ്തനായിരിക്കണം. ഒരു ദാസനും ദൂതനും എന്ന നിലയിൽ താങ്കൾ ഏൽപ്പിക്കപ്പെട്ട സേവനം നിശ്ചയദാർഢ്യത്തോടെ തുടരുകയും വേണം. ഭാഷയിൽ സമാന നാമമുള്ളവൻ എന്നർത്ഥമുള്ള സമീയ് എന്ന പദമാണ് ആയത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. താൽപര്യമിതാണ്: അല്ലാഹുവാണ് ഇലാഹ്. മറ്റു വല്ല ഇലാഹുമുള്ളതായി നിങ്ങൾക്കറിയാമോ? ഇല്ലെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പിന്നെ അവനെ ആരാധിക്കുകയും അവന്റെ കൽപ്പനയ്ക്ക് വിധേയനായി കഴിയുകയും ചെയ്യുക എന്നതല്ലാതെ മറ്റെന്ത് മാർഗമാണ് നിങ്ങൾക്കുള്ളത്? وَيَقُولُ الْإِنسَانُ أَإِذَا مَا مِتُّ لَسَوْفَ أُخْرَجُ حَيًّا. മനുഷ്യൻ ചോദിക്കുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ? أَوَلَا يَذْكُرُ الْإِنسَانُ أَنَّا خَلَقْنَاهُ مِنْ قَبْلُ وَلَمْ يَكُ شَيْئًا. മനുഷ്യൻ ഓർക്കുന്നില്ലേ, മുമ്പ് അവൻ യാതൊന്നും ആയിരുന്നില്ലാത്തപ്പോൾ നാം അവനെ സൃഷ്ടിച്ചുവെന്ന്? فَوَرَبِّكَ لَنَحْشُرَنَّهُمْ وَالشَّيَاطِينَ ثُمَّ لَنُحْضِرَنَّهُمْ حَوْلَ جَهَنَّمَ جِثِيًّا. നിന്റെ റബ്ബാണ് സത്യം. അവരെയും അവരോടൊപ്പം ചെകുത്താന്മാരെയും നാം ഒരുമിച്ചു കൂട്ടുന്നതാകുന്നു. പിന്നെ നാം അവരെ മുട്ടുകുത്തിയവരായി നരകത്തിന് ചുറ്റും കൊണ്ടുവരും. ചെകുത്താനെയും അവനെ പിൻപറ്റി ജീവിച്ചവരെയും നാം ഒരുമിച്ചു കൂട്ടുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരെ ശിഷ്യന്മാരാക്കുകയാണ് പിശാച് ചെയ്തത്. മാത്രമല്ല, ഈ ഐഹിക ജീവിതം മാത്രമേ ജീവിതമുള്ളൂ എന്നും ശേഷം ദൈവത്തിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയും കർമ്മങ്ങൾ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്ന മറ്റൊരു ജീവിതമില്ലെന്ന് അവരെ ധരിപ്പിക്കുകയും ചെയ്തു. ثُمَّ لَنَنزِعَنَّ مِن كُلِّ شِيعَةٍ أَيُّهُمْ أَشَدُّ عَلَى الرَّحْمَنِ عِتِيًّا. അനന്തരം ഓരോ കൂട്ടത്തിൽ നിന്നും കരുണാവാരിധിയായ ദൈവത്തോട് ഏറ്റവും ധിക്കാരം അനുവർത്തിച്ചവരെ നാം അങ്ങ് വലിച്ചെടുക്കും. ഓരോ ധിക്കാരി സംഘത്തിന്റെയും നേതാവിനെയാണ് മനുഷ്യരോട് ധിക്കാരം അനുവർത്തിച്ചവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ثُمَّ لَنَحْنُ أَعْلَمُ بِالَّذِينَ هُمْ أَوْلَى بِهَا صِلِيًّا. അക്കൂട്ടരിൽ നരകത്തിലെറിയപ്പെടാൻ ഏറ്റവും അർഹരായവരാരെന്ന് തീർച്ചയായും നമുക്കറിയാം. وَإِن مِّنكُمْ إِلَّا وَارِدُهَا كَانَ عَلَى رَبِّكَ حَتْمًا مَّقْضِيًّا. നിങ്ങളിൽ ആരും തന്നെ നരകത്തിങ്കൽ എത്തിച്ചേരാതെയില്ല. അത് തീരുമാനിക്കപ്പെട്ട കാര്യമാകുന്നു. അത് പൂർത്തിയാക്കേണ്ടത് നിന്റെ റബ്ബിന്റെ ഉത്തരവാദിത്വമാണ്. വാരിതാവുക എന്നത് നിവേദനങ്ങളിൽ പ്രവേശിക്കുക എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവയിലൊന്നിന്റെയും നിവേദന പരമ്പര അവലംബാർഹമായ മാധ്യമങ്ങളിലൂടെ നബിയിലേക്ക് എത്തുന്നില്ല. കൂടാതെ വിശ്വാസികളായ സച്ചരിതർ നരകത്തിൽ കടക്കുന്നതിനെ ഖണ്ഡിതമായി നിഷേധിച്ചിട്ടുള്ള നിരവധി ഹദീസുകൾക്കും വിശുദ്ധ ഖുർആനിനും വിരുദ്ധവുമാണത്. അതിനു പുറമെ ഭാഷയിൽ വുറൂദിന് ദുഖൂൽ അഥവാ പ്രവേശിക്കൽ എന്നർത്ഥമില്ല താനും. അതിനാൽ നരകത്തിനരികിലൂടെ എല്ലാവരും കടന്നു പോകേണ്ടിവരും എന്നാണ് അതിന്റെ ശരിയായ താൽപര്യം. ശേഷമുള്ള സൂക്തം സൂചിപ്പിക്കുന്നതനുസരിച്ച് ദൈവഭക്തരായി ജീവിച്ചവർ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ധിക്കാരികൾ അതിലേക്കെറിയപ്പെടുകയും ചെയ്യും. ثُمَّ نُنَجِّي الَّذِينَ اتَّقَوْا وَنَذَرُ الظَّالِمِينَ فِيهَا جِثِيًّا. പിന്നെ ഐഹിക ജീവിതത്തിൽ ദൈവഭക്തരായിരുന്നവരെ നാം രക്ഷപ്പെടുത്തും. ധിക്കാരികളെ ആ നരകത്തിൽ വീണവരായി ഉപേക്ഷിക്കുകയും ചെയ്യും. وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا بَيِّنَاتٍ قَالَ الَّذِينَ كَفَرُوا لِلَّذِينَ آمَنُوا أَيُّ الْفَرِيقَيْنِ خَيْرٌ مَّقَامًا وَأَحْسَنُ
أحسن نديا. ഈ ജനത്തെ നമ്മുടെ സുവ്യക്തമായ സൂക്തങ്ങൾ കേൾപ്പിക്കുമ്പോൾ നിഷേധിച്ചവർ വിശ്വസിച്ചവരോട് ചോദിക്കുന്നു, പറയൂ, നാം ഇരു കക്ഷികളിൽ ആരാണ് ഉയർന്ന നിലവാരമുള്ളവർ? ആരുടെ സഭയാണ് ഏറെ ഗംഭീരമായത്? അതായത് അവരുടെ വാദം ഇപ്രകാരമാണ്: നോക്കുക, ഇഹലോകത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താലും ഔദാര്യത്താലും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരാണ്? ആർക്കാണ് ഗംഭീരമായ ഭവനങ്ങളുള്ളത്? ആരാണ് ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്നത്? ആരുടെ സഭകളാണ് ആർഭാടപൂർണമായത്? ഈ ഐശ്വര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾക്ക് വിലക്കപ്പെടുകയുമാണെങ്കിൽ ഒന്നാലോചിച്ചു നോക്കുക. ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ അസത്യത്തിലും ഈ വിധം അധസ്ഥിതിയിലും നിന്ദ്യതയിലുമായ നിങ്ങൾ സത്യത്തിലുമാവുക സംഭവ്യമാണോ? ഇതിന്റെ കൂടുതൽ വിശദീകരണത്തിന് അൽ കഹ്ഫ് 35-36 സൂക്തങ്ങളുടെ വിശദീകരണങ്ങൾ ശ്രദ്ധിക്കുക. وكم أهلكنا قبلهم من قرن هم أحسن أثاثا ورئيا. എന്നാൽ ഇവരെക്കാളേറെ സാധന സാമഗ്രികൾ ആർജിച്ചവരും ബാഹ്യമോടിയിൽ ഇവരെക്കാൾ മികച്ചവരുമായിരുന്ന എത്രയെത്ര സമൂഹങ്ങളെയാണ് ഇവർക്കു മുമ്പ് നാം നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത്. قل من كان في الضلالة فليمدد له الرحمن مدا حتى إذا رأوا ما يوعدون إما العذاب وإما الساعة فسيعلمون من هو شر مكانا وأضعف جندا. ഇവരോട് പറയുക, ദുർമാർഗത്തിൽ ചരിക്കുന്നവരെ കരുണാവാരിധിയായ അല്ലാഹു അയച്ചുവിടുന്നു. അങ്ങനെ ദൈവിക ശിക്ഷയോ പുനരുദ്ധാന നിമിഷമോ നേരിൽ കാണുമ്പോൾ ആരാണ് ദുരവസ്ഥയിലെന്നും ആരുടെ പടയാണ് ഏറ്റവും ദുർബലമായതെന്നും അവർക്ക് മനസ്സിലായിക്കൊള്ളും. ويزيد الله الذين اهتدوا هدى والباقيات الصالحات خير عند ربك ثوابا وخير مردا. നേരെ മറിച്ച് സന്മാർഗം സ്വീകരിക്കുന്നവർക്ക് അല്ലാഹു സന്മാർഗ ദർശനം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. നിലനിൽക്കുന്ന സുഹൃതങ്ങളാകുന്നു നിന്റെ റബ്ബിങ്കൽ പ്രതിഫലത്താലും പരിണതിയാലും ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത്. ഓരോ പരീക്ഷണ ഘട്ടത്തിലും അള്ളാഹു അവർക്ക് ശരിയായ തീരുമാനത്തിലെത്താനും സത്യമാർഗം തെരഞ്ഞെടുക്കാനുമുള്ള ഉദവി നൽകുന്നു. അവരെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. അവന്റെ നിർദ്ദേശത്താലും മാർഗദർശനത്താലും അവർ സന്മാർഗത്തിലൂടെ ശരിക്ക് മുന്നോട്ടു പോകുന്നു. أفرأيت الذي كفر بآياتنا وقال لأوتين مالا وولدا. നമ്മുടെ സൂക്തങ്ങൾ അംഗീകരിക്കാൻ വിസമ്മതിക്കുകയും എന്നിട്ട് തീർച്ചയായും എനിക്കെന്നും സമ്പത്തും സന്തതികളും ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് ഘോഷിക്കുകയും ചെയ്യുന്നവനെ കണ്ടില്ലയോ? അവൻ പറയുന്നു, നിങ്ങൾ എന്നെ എത്രയൊക്കെ ദുഷ്ടനും ദുർമാർഗിയുമെന്ന് വിളിക്കുകയും ദൈവശിക്ഷ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്താലും ഞാനാണെന്ന് നിങ്ങളെക്കാൾ സൗഭാഗ്യവാൻ. ഭാവിയിലും എന്റെ മേൽ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. എന്റെ സമ്പന്നത നോക്കൂ, എന്റെ പ്രതാപവും നേതൃത്വവും നോക്കൂ, എന്റെ പ്രശസ്തരായ മക്കളെ നോക്കൂ. എന്റെ ജീവിതത്തിൽ എവിടെയാണ് ഞാൻ ദൈവത്തിന്റെ കോപത്തിനിരയായതിന്റെ ലക്ഷണം കാണുന്നത്? ഇത് മക്കയിലെ ഏതെങ്കിലും ഒരാളുടെ വിചാരമായിരുന്നില്ല. മക്കയിലെ എല്ലാ ശൈഖന്മാരും പ്രമാണിമാരും ഇതേ വിചാരത്താൽ വഞ്ചിതരായിരുന്നു. أطلع الغيب أم اتخذ عند الرحمن عهدا. അവൻ അദൃശ്യലോകത്തെ വിവരങ്ങൾ അറിഞ്ഞുവോ? അതോ കരുണാവാരിധിയായ അല്ലാഹുവിൽ നിന്ന് വല്ല കരാറും വാങ്ങിവെച്ചിട്ടുണ്ടോ? كلا سنكتب ما يقول ونمد له من العذاب مدا. ഒരിക്കലുമില്ല. അവൻ പറയുന്നതൊക്കെയും നാം രേഖപ്പെടുത്തുന്നുണ്ട്. അവനുള്ള ശിക്ഷയെ നന്നായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വഞ്ചിത വർത്തമാനങ്ങളും അവരുടെ കുറ്റങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും അതിന്റെ രസവും കൂടി അവർ ആസ്വദിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്നർത്ഥം.
وَنَرِثُهُ مَا يَقُولُ وَيَأْتِينَا فَرْدًا. അവൻ ഘോഷിക്കുന്ന സാധന സാമഗ്രികളും പടയും പരിവാരങ്ങളുമെല്ലാം നമ്മുടെ കൈവശത്തിലായി തീരുകയും അവനേകനായി നമ്മുടെ സന്നിധിയിൽ ഹാജരാവുകയും ചെയ്യും. وَاتَّخَذُوا مِن دُونِ اللَّهِ آلِهَةً لِيَكُونُوا لَهُمْ عِزًّا. ഈ ജനം അല്ലാഹുവിനെ വെടിഞ്ഞ് തങ്ങൾക്കായി വേറെ കുറെ ദൈവങ്ങളെ പടച്ചുവെച്ചിരിക്കുന്നു, അവ തങ്ങളെ പിന്തുണയ്ക്കുന്നവരായി തീരാൻ. ഇസ്സൻ എന്നാണ് മൂലപദം. അവർ അവന്റെ പ്രതാപത്തിന് നിമിത്തമാകാൻ എന്നർത്ഥം. എന്നാൽ ഒരാൾ മറ്റാർക്കും തൊടാനാവാത്ത വിധം ശക്തനും പ്രതാപിയുമാകുന്നതിനാണ് ഇസ്സത്ത് എന്ന പദം അറബി ഭാഷയിൽ പറയുക. ഒരാൾ മറ്റൊരാളുടെ ഇസ്സത്തിന് കാരണമാവുക എന്നതിന്റെ താൽപര്യം ഇതാകുന്നു: ഒരാൾക്കും അയാളുടെ നേരെ തുറിച്ചു നോക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം അയാൾ മറ്റൊരാളുടെ സംരക്ഷകനാവുക. كَلَّا سَيَكْفُرُونَ بِعِبَادَتِهِمْ وَيَكُونُونَ عَلَيْهِمْ ضِدًّا. എന്നാൽ ആരും പിന്തുണയ്ക്കാൻ പോകുന്നില്ല. അവയൊക്കെയും ഇവരുടെ ആരാധനയെ നിഷേധിച്ചു കളയും, ഇവരുടെ വിരോധികളായി തീരുകയും ചെയ്യും. ഞങ്ങൾ ഒരിക്കലും ഇവരോട് ഞങ്ങളെ ആരാധിക്കണമെന്നാവശ്യപ്പെട്ടിട്ടില്ല. ഈ വിഡ്ഢികൾ ഞങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന വിവരം പോലും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നവർ പറയുമെന്നർത്ഥം. أَلَمْ تَرَ أَنَّا أَرْسَلْنَا الشَّيَاطِينَ عَلَى الْكَافِرِينَ تَؤُزُّهُمْ أَزًّا. നാം സത്യനിഷേധികളുടെ മേൽ ചെകുത്താന്മാരെ വിട്ടയച്ചിട്ടുള്ളത് നീ കണ്ടില്ലയോ? ആ ചെകുത്താന്മാർ അവരെ സത്യവിരോധത്തിൽ അധികമധികം ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. فَلَا تَعْجَلْ عَلَيْهِمْ إِنَّمَا نَعُدُّ لَهُمْ عَدًّا. ശരി, അവരുടെ മേൽ ശിക്ഷയിറങ്ങാൻ നീ ധൃതിപ്പെടേണ്ട. നാം അവരുടെ ദിനം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആക്രമണങ്ങളിൽ അക്ഷമരാവാതിരിക്കുക എന്നാണ് ഉദ്ദേശ്യം. അവരുടെ കഷ്ടകാലം അടുത്തെത്തിയിരിക്കുന്നു. അല്ലാഹു നൽകിയ അവധി കുറച്ചു ദിവസങ്ങൾ കൂടിയുണ്ട്. അവർ അതങ്ങ് പൂർത്തിയാക്കിക്കോട്ടെ. يَوْمَ نَحْشُرُ الْمُتَّقِينَ إِلَى الرَّحْمَنِ وَفْدًا. ഭക്തജനങ്ങളെ നാം കരുണാവാരിധിയായ ദൈവത്തിന്റെ സന്നിധിയിൽ അതിഥികളായി സമ്മേളിപ്പിക്കുന്ന ഒരു ദിനം വരുന്നുണ്ട്. وَنَسُوقُ الْمُجْرِمِينَ إِلَى جَهَنَّمَ وِرْدًا. പാപികളെ ദാഹിച്ച കാലികളെപ്പോലെ നരകത്തിലേക്ക് ആട്ടിത്തെളിക്കുകയും ചെയ്യും. لا يملكون الشفاعة إلا من اتخذ عند الرحمن عهدا. അന്നാളിൽ ജനത്തിന് യാതൊരു ശുപാർശയും കൊണ്ടുവരാൻ കഴിയുന്നതല്ല, കരുണാവാരിധിയായ ദൈവത്തിന്റെ സമക്ഷത്തിൽ നിന്ന് സമ്മതപത്രം നേടിയിട്ടുള്ളവർക്കല്ലാതെ. ആരുടെ കാര്യത്തിലാണോ ശുപാർശയ്ക്ക് അനുമതി ലഭിച്ചിട്ടുള്ളത് അവർക്ക് വേണ്ടി മാത്രമേ ശുപാർശ നടക്കൂ. ആർക്കാണോ ശുപാർശ നടത്താൻ അനുമതി കിട്ടിയിട്ടുള്ളത് അവർക്ക് മാത്രമേ ശുപാർശ ചെയ്യാൻ കഴിയൂ. ഈ രണ്ട് ആശയങ്ങളെയും ഒരുപോലെ പ്രകാശിപ്പിക്കുന്നതാണ് സൂക്തത്തിലെ പദങ്ങൾ. ശുപാർശയ്ക്ക് അല്ലാഹുവിന്റെ അനുമതി ലഭിച്ചവരുടെ കാര്യത്തിൽ മാത്രമേ ശുപാർശ സാധ്യമാകൂ എന്നതിന്റെ താൽപര്യമിതാണ്. ഈ ലോകത്ത് വിശ്വാസം കൈക്കൊള്ളുകയും കുറച്ചൊക്കെ അല്ലാഹുവുമായി ബന്ധം പുലർത്തുകയും ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ മാപ്പിനും വിട്ടുവീഴ്ചയ്ക്കും സ്വയം അർഹനായവനു വേണ്ടി മാത്രമേ പരലോകത്ത് ശുപാർശ സാധ്യമാകൂ. അല്ലാഹുവിന്റെ അനുമതി ലഭിച്ചവർക്കേ ശുപാർശ ചെയ്യാൻ കഴിയൂ എന്നതിന്റെ താൽപര്യമിതാണ്. ആളുകൾ തങ്ങളുടെ ശുപാർശകരായി ധരിച്ചു വച്ചിട്ടുള്ളവർക്കെല്ലാം അല്ലാഹുവിങ്കൽ ശുപാർശ നടത്താൻ കഴിയില്ല. അല്ലാഹു ആർക്കാണോ അനുമതി നൽകുന്നത് അവർക്ക് മാത്രമേ അവിടെ ശുപാർശയ്ക്ക് വേണ്ടി നാവനക്കാനാവൂ. وَقَالُوا اتَّخَذَ الرَّحْمَنُ وَلَدًا. കാരുണികനായ തമ്പുരാൻ പുത്രനെ വരിച്ചിട്ടുണ്ട് എന്ന് അവർ വാദിക്കുന്നുണ്ടല്ലോ. لَقَدْ جِئْتُمْ شَيْئًا إِدًّا. അതിമൂഢമായ വർത്തമാനമാകുന്നു നിങ്ങൾ ജൽപ്പിച്ചിട്ടുള്ളത്. تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا. തന്മൂലം ആകാശങ്ങൾ പൊട്ടിപ്പൊളിയുകയും
ഭൂമി പിളർന്നു പോവുകയും പർവ്വതങ്ങൾ തകർന്നു വീഴുകയും ചെയ്യാവുന്നതാണ്. أن دعوا للرحمن ولدا ജനം കാരുണ്യവാനായ തമ്പുരാന് പുത്രനുണ്ടെന്ന് വാദിച്ചതിനാൽ وما ينبغي للرحمن أن يتخذ ولدا പുത്രനെ വരിക്കുക കാരുണ്യകനായ തമ്പുരാന് ചേർന്നതേയല്ല. إن كل من في السماوات والأرض إلا آتي الرحمن عبدا ആകാശഭൂമികളിലുള്ളവരൊക്കെയും ആ കരുണാവാരിധിയുടെ സമക്ഷത്തിൽ അടിമകളായി വരേണ്ടവരാകുന്നു. لقد أحصاهم وعدهم عدا എല്ലാവരെയും അവൻ വലയം ചെയ്യുകയും എണ്ണിത്തിട്ടപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. وكلهم آتيه يوم القيامة فردا ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ ഓരോരുത്തരും ഒറ്റയൊറ്റയായി അവന്റെ മുമ്പിൽ ഹാജരാകും. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا നിശ്ചയം സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ ആചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർക്കു വേണ്ടി കാരുണ്യകനായ തമ്പുരാൻ താമസിയാതെ ജനഹൃദയങ്ങളിൽ സ്നേഹമുദിപ്പിക്കുന്നതാകുന്നു. ഇന്നവർ മക്കയുടെ തെരുവുകളിൽ നിന്ദിതരും പീഡിതരുമായി കഴിയുകയാണ്. എന്നാൽ ഈ അവസ്ഥ ഏറെക്കാലം നീണ്ടു നിൽക്കുകയില്ല. തങ്ങളുടെ സൽക്കർമ്മങ്ങളുടെയും ഉത്തമ സ്വഭാവങ്ങളുടെയും പേരിൽ അവർ സൃഷ്ടികളുടെ എല്ലാം പ്രിയപ്പെട്ടവരായിത്തീരുന്ന കാലം അടുത്തിരിക്കുന്നു. ഹൃദയങ്ങൾ അവരിൽ ആകൃഷ്ടമാകും. ലോകം മുഴുവൻ അവരെ ആദരിക്കും. വ്യാജം, തെമ്മാടിത്തം, അഹന്ത, ക്രൗര്യം, കാപട്യം, പ്രശസ്തി, മോഹം എന്നിവയുടെ ബലത്താൽ നടക്കുന്ന മേധാവിത്വത്തിന് കഴുത്തുകൾ കുനിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ മനസ്സുകളെ കീഴ്പ്പെടുത്താനാവില്ല. നേരെമറിച്ച് സത്യസന്ധത, വിശ്വസ്തത, ധർമ്മബോധം, ഉത്തരവാദിത്വബോധം, ആത്മാർത്ഥത, സൽസ്വഭാവം, സന്മാർഗം എന്നീ ഗുണങ്ങളോടുകൂടി പ്രബോധനം ചെയ്യുന്നവരുണ്ടല്ലോ. അവർക്കെതിരെ ആദ്യമാദ്യം ലോകം എത്ര തന്നെ പ്രകോപിതമായാലും ഒടുവിൽ അവർ ജനമനസ്സുകളെ വശപ്പെടുത്തും. മാത്രമല്ല, കാപട്യത്തിന് ഏറെക്കാലം അവരുടെ വഴി തടയാൻ സാധ്യമാകാതെ വരികയും ചെയ്യും. فإنما يسرناه بلسانك لتبشر به المتقين وتنذر به قوما لدا ആകയാൽ നാം ഈ വചനങ്ങളെ ലളിതമാക്കി നിന്റെ ഭാഷയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് നീ ഭക്തജനങ്ങളെ ശുഭവൃത്താന്തമറിയിക്കേണ്ടതിനും കുതർക്കികളെ താക്കീത് ചെയ്യുന്നതിനുമാകുന്നു. وكم أهلكنا قبلهم من قرن هل تحس منهم من أحد أو تسمع لهم ركزا ഇവർക്ക് മുമ്പ് നാം എത്രയോ സമൂഹങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് നിങ്ങൾ അവരുടെ വല്ല അടയാളവും കാണുകയോ വല്ല ശബ്ദവും കേൾക്കുകയോ ചെയ്യുന്നുണ്ടോ?